അപ്പോൾ ഇന്ന് ഗുഡ് ദിവസമായതുകൊണ്ട് തന്നെ എന്ത് പ്ലാൻ ചെയ്യണം എന്ന് ആലോചിച്ച് നിന്നപ്പോൾ ഓക്കെ ഫിലിമിന് പോകാം ഒരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഏത് ഫിലിമിന് പോകും നോക്കിയപ്പോൾ ഇപ്പോൾ റിലീസായിരിക്കുന്നത് ജിംഖാനയും നമ്മുടെ മരണമാസമാണ്. അപ്പോൾ ഒപ്പീനിയൻ നോക്കിയപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് എനിക്ക് തോന്നിയത്. മൈഷു എടുത്ത് നോക്കിയപ്പോൾ രണ്ടിനും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തള്ളിക്കയറ്റവും കാണുന്നില്ല. സോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിൻ്റെ പോസ്റ്റല്ല പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പേരും സജസ്റ്റ് ചെയ്തത് മരണമാസം കാണാനാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ട് മരണമാസം മൂവി കാണാൻ പോവാണ്. അങ്ങനെ ഒരു ഔട്ടിങ് എല്ലാവരുമായിട്ട്. ഓക്കെ, ഫോട്ടോ അല്ല വീഡിയോ. എവിടെ പോണെന്ന് അറിയാമോ? യൂട്യൂബ് ഇടട്ടെ. അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിന് വേണ്ടേ? കുഞ്ഞിന് വേണ്ടേ? ഇല്ല, വ്ളോഗ് ഇടാം. അങ്ങനെ സിനിമ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇത്തിരി സമാധാനം ആഗ്രഹിച്ച് പോവാണ് തുമ്പ ബീച്ചിലേക്ക്. മൂവി ഒരു ആവറേജ് മൂവിയാണ്, അത്ര പറയാൻ മാത്രമൊന്നുമില്ല, ഒരുപാടൊന്നും ചിരിക്കാനും ഇല്ല, കുറച്ച് നോർമൽ കോമഡീസ് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളത് തുമ്പ ബീച്ചിലെത്തിയേക്കാണ്. ഇന്ന് ഒരു അവധി ദിവസമാണെങ്കിലും അങ്ങനെ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ബീച്ചിൽ പോയാലുള്ള അത്ര ക്രൗഡൊന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇവർ കുറേ നേരമായിട്ട് ആ തിര ഒന്ന് കാലിലടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണേ. കുറേ പ്രാവശ്യമായി ഫീറ്റിൻ്റെ അവിടെ വരെ വരും, തിര തിരിച്ചു പോകും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഫൈനലി എനിക്കൊരു 30 minutes 15 minutes അറ്റ്ലീസ്റ്റ് നിന്നിട്ടാണ് ഈ തിര വന്ന് അവരെ കാലിൽ തൊട്ടിട്ട് പോയത്. അങ്ങനെ വേറെ ആരും എടുത്തു തരാനില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ മുഖം ഒപ്പിയെടുക്കുകയാണ് ക്യാമറ കണ്ണുകളിലേക്ക്. തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കഴിക്കാൻ പോകണമെന്നായിരുന്നു. വയറ് നല്ല കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. കാരണം മണൽ ഡ്രസ്സിലൊക്കെ കയറിയിട്ട് നനവും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ സ്പെയർ തുണിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു അൺപ്ലാൻഡ് തിങ് ആയിരുന്നു. ബീച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഇതിലില്ലായിരുന്നു, മൂവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ എമോജിയിലേക്ക് വന്നു, അവർക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ കണക്കിന്. ഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം എന്തായാലും എമോറ്റി വന്നാലേ ഒന്ന് നടന്ന് പുറത്താണെന്ന് വെച്ചാൽ ഫുഡ് കോർട്ടിൽ വന്നു. ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ അവിടെ പോയിരുന്നു. ബീച്ചിൽ പോയി ചെരുപ്പ് വാങ്ങി, ഡ്രസ്സ് വാങ്ങി. ആർക്ക്? ഫണ്ടേ ആണ്. Today is not Sunday, but it's a holiday. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡ് അടിക്കാൻ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കും. അല്ല, നമ്മൾ കഴിക്കാൻ വന്നു. നമ്മൾ അറേബ്യൻ ഗ്രില്ല് എന്ന് പറയുന്നത് ഇവിടെ ചിക്കൻ നല്ല അൽഫാമൊക്കെ കിട്ടും. കൂടുതൽ ബാക്കി പിന്നെ പറയും. അതെ, ഇവിടെ നമുക്ക് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. ക്രം ഓഫ് മസ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഏതാണ്ട് ഇവിടെ ഉണ്ട് ന്യൂ ക്രിസ്പി ഹോണി ചിക്കൻ ഉണ്ട്. 190 രൂപ ചിക്കൻ. ഇവർക്ക് ഈ ഇഷ്ടമല്ലേ? അതെ. പിന്നെ നമുക്കുണ്ട് പൊറാട്ട, 10 രൂപയുള്ളൂ പൊറാട്ട, പുതിയ ഐറ്റമാണ്. പിന്നെ പട്രി ഉണ്ട്, പട്രി അത് 10 രൂപയുള്ളൂ. പിന്നെ വേറെ അങ്ങനത്തെ ചപ്പാത്തി ചിലപ്പോൾ ഫാഷനായിട്ട് പറഞ്ഞായിരിക്കും. ഇംഗ്ലീഷുകാരായിരിക്കും അത് ചെയ്തത്. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഞാനൊരു വൈൻഡപ്പോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ വീഡിയോയിൽ. ഫുഡ് കണ്ടപ്പോഴേക്കും ഞങ്ങൾ മതി മറന്നുപോയി. പിന്നെ ഫുഡ് കഴിച്ചു, വീട്ടിൽ വന്ന് ഉറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു.
വിത്ത് ഹോൾ ഫാമിലി. സോ എൻജോയ് ഇറ്റ് എ ലോട്ട്. കുട്ടികൾക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ അൺടിൽ ദിസ്, then thank you so much for your support. നല്ല നല്ല കോണ്ടൻറ്റ്സ് എൻ്റെ മൈൻഡിലുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ഞാനൊരു അൺപ്ലാൻഡ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്ന്. ബട്ട് എൻ്റെ കയ്യിലൊരു കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. നമ്മുടെ സജി സാറ് പറയുന്ന പോലെ ഹൃദയം താഴെ കൂട്ടുകൂടണേ. ബൈ.